പോലീസ് കടക്കുകയുള്ളൂ. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരും. സൂര്യഗായത്രി, ഇന്നലെ കേരള വിഷനോട് ഫഹദ് മർസൂഖ് അടക്കമുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൾക്കാർ പറഞ്ഞത് വലിയ അർത്ഥത്തിലുള്ള ഒരു മഴയാകും ഇനി ഉണ്ടാവുക എന്നത് ചൂടിന് ശേഷം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്? സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഇന്ന് ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ മലയോര മേഖലയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഉണ്ട്. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നത് വരെ തീരങ്ങളിലേക്ക് കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് നിർദ്ദേശം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് അതിതീവ്ര മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അജിംഷാദ്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ കൊരട്ടിയിൽ മുൻ വാർഡ് പഞ്ചായത്ത് മെമ്പറും CPI